ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, മൂന്നാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം നാം വായിച്ചു. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നമുക്ക് താഴോട്ട് പിന്നെ അത് ചിന്തിക്കാം. ഈ ദൈവവചനം ഇന്ന് ചിന്തിക്കുവാൻ എടുക്കാൻ കാരണം, നമ്മൾ 2-3 ആഴ്ച മുമ്പ് പുത്രൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന ദൈവവചനം, കർത്താവ് പഠിപ്പിച്ച വചനം ഉൾക്കൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ജയകരമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് സാധ്യമായി തീരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഒരു അവസരമുണ്ടായി. നിങ്ങൾ ആ വചനം പിന്നീട് മെസ്സേജ് ശ്രദ്ധിക്കാൻ അവസരമെടുത്തോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത് ചിലതൊക്കെ ഇച്ചിരി പ്രയാസമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്നാൽ ആ വചനം നമ്മൾ ആ നിലയിൽ മനസ്സിലാക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നത് എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണെന്നാണ്. കർത്താവിൻ്റെ ചുമട് മൃദുവാണ്, ലഘുവാണെന്ന് പറയുമ്പോൾ കർത്താവിനെ അനുസരിക്കാൻ നോക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ നുകം വളരെ ഭാരമുള്ളതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവമാണോ യാഥാർത്ഥ്യം, കർത്താവിൻ്റെ വചനമാണോ യാഥാർത്ഥ്യം എന്നതാണ് ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ വചനമാണ് സത്യം. നമ്മുടെ അനുഭവം എന്തായിരുന്നാലും ദൈവവചനത്തിന് മാറ്റമില്ല എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അപ്രകാരം കർത്താവിൻ്റെ മുഖം മൃദുവായി തീരുന്നത്, അത് ഭാരമുള്ളതല്ല എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ രക്ഷിക്കുന്ന വിധങ്ങളെ കുറിച്ചാണ് നമുക്ക് പിന്നെ വചനത്തിലൂടെ വായിക്കാനായിട്ട് കഴിയുന്നത്. പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിലും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ഹൃദയങ്ങൾ പരിച്ഛേദന ചെയ്യുന്നു എന്നുള്ള വചനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. നമുക്ക് ആ വചനം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 30-ന്റെ 6. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. മതി. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും എന്ത് ചെയ്യും? പരിച്ഛേദന ചെയ്യും. ദൈവം ഹൃദയം പരിച്ഛേദന ചെയ്യും. പ്രിയമുള്ളവർ, എന്തിനു വേണ്ടി? ജീവിച്ചിരിക്കേണ്ടതിന് എന്ന് നമുക്ക് ആ തിരുവെഴുത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 16, ആവർത്തന പുസ്തകം 10-ന്റെ 16 കൂടെ നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ. ദൈവം പരിച്ഛേദന ചെയ്യും എന്ന് പറഞ്ഞിട്ട് സഭയോടും അല്ലെങ്കിൽ പഴയ നിയമ സഭയോടും പറയുന്നു, നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യുവീൻ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരെന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ പരിച്ഛേദന ദൈവം ചെയ്യുന്ന ഹൃദയത്തെ പരിച്ഛേദന ചെയ്യുന്ന വിധം എങ്ങനെയെന്ന് നമ്മൾ കഴിഞ്ഞ കൂട്ടായ്മയിൽ ഓർത്തതാണ്. അതെങ്ങനെയാണ്? ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളിൽ നൽകി ആത്മാവിനാലുള്ള പരിച്ഛേദന. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 8-ാമത്തെ വചനത്തിലാണ് നാം അത് വായിക്കുന്നത്. ദൈവം
ഹൃദയങ്ങളെ അറിയുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളെ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നു. ആ വാക്ക് കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. ഹൃദയത്തിന്റെ നിലവാരം എന്താണെന്ന് ദൈവത്തിന് അറിയാം. പ്രിയമുള്ളവരെ, അത് മനുഷ്യർക്ക് ആർക്കും നന്നാക്കാൻ കഴിയുന്നതല്ലെന്നും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം തന്നെ എന്ത് ചെയ്യുന്നു? വായിച്ചാട്ടെ. നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് വിശ്വാസത്താൽ ഹൃദയങ്ങളെ ദൈവം ശുദ്ധീകരിക്കുന്നു. ഹൃദയത്തിന്റെ നിലവാരം എന്താണെന്നൊക്കെ നമ്മൾ മർക്കോസ് സുവിശേഷത്തിൽ വായിച്ചതാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, മോഷണം, വിടക്ക് കണ്ണ്, അശുദ്ധി, ദുഷ്ടത, ദൂഷണം എന്നൊക്കെ പറയുന്ന ഒരു വലിയ ലിസ്റ്റ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഹൃദയം. ഈ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അകത്തുള്ളത് മാത്രമേ പുറത്തേക്ക് വരാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നാകാൻ പറ്റണമെങ്കിൽ നന്നാകേണ്ട മേഖല ഏതാണ്? ഹൃദയമാണ്. അത് നന്നാക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഇസ്രായേലിന് ശരീരത്തിലാണ് ആ പരിച്ഛേദന നടക്കുന്നതെങ്കിൽ അതിൽ പോലും ദൈവം ആഗ്രഹിച്ചത് പുറമെ ഈ അടയാളം നിങ്ങൾ ചെയ്യുമ്പോൾ അകത്തെന്തുണ്ടായിരിക്കണം? ഹൃദയ പരിച്ഛേദന നടക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ ഇത് ഒരു ശാരീരിക പ്രക്രിയയല്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ സംസ്കരിക്കപ്പെടുകയും ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് സ്നാനത്തിൽ പ്രകടമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തി യഥാർത്ഥമായി യേശുവിനെ സ്വീകരിച്ചു, അവൻ പാപം സംബന്ധിച്ചു മരിച്ചു. പ്രിയമുള്ളവരെ, മരിച്ചത് അടക്കി ജലാശയത്തിൽ അടക്കുന്നതിൻ്റെ സാദൃശ്യമാണ് ആ സ്നാനം. അവിടെ നിന്ന് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ രക്ഷ, മാനസാന്തരം, സ്നാനം ഇതൊരു ഒറിജിനൽ ആണെങ്കിൽ അന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പരിച്ഛേദന സംഭവിച്ചിട്ടുണ്ട്. ഈ പരിച്ഛേദന സംഭവിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? പ്രിയമുള്ളവരെ, അതുവരെ ദൈവത്തെ അന്വേഷിക്കാതിരുന്ന നാം ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. സത്യമാണോ? നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് വലിയ ബോധം വരാൻ തുടങ്ങി. പ്രിയമുള്ള, ജീവിതത്തിലുള്ള തെറ്റുകളെക്കുറിച്ച് നാം എന്ത് ചെയ്യുന്നു? മറ്റു വളരെ ലാഘവത്തോടെ തെറ്റിൽ ജീവിച്ചിരുന്ന നാം, പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ തെറ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ നാവിനെ നമ്മൾ ക്രമീകരിക്കാൻ തുടങ്ങി, നമ്മുടെ കണ്ണിനെ ക്രമീകരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള പ്രാർത്ഥന, ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ദാഹം, ദൈവവചനത്തിനു വേണ്ടിയുള്ള ദാഹം, എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് അടുത്തു വരുന്ന അനുഭവം. പ്രിയമുള്ളവരെ, കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പ്രിയമുള്ളവരെ രക്ഷയോടുള്ള ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഹൃദയപരിച്ഛേദന അന്ന് എന്ത് ചെയ്തെന്നാണ്? നമ്മിൽ നടന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇനി ആ അനുഭവത്തിൽ ഒരു വളർച്ചയിലേക്ക് നാം കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ഇവിടെ നാം വായിച്ച വചനം ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണ്. നാം അല്ലോ പരിച്ഛേദനക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ, എന്നാണ് നമുക്ക് പരിച്ഛേദന ലഭിച്ചത്? യേശുവിനെ സ്വീകരിച്ചപ്പോൾ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. നമുക്ക് നൽകിയതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകി ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു എന്ന് നാം വചനത്തിൽ വായിച്ചതുപോലെ, യഥാർത്ഥമായി കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ദൈവം ആത്മാവിനെ നൽകി. അതിൻ്റെ മറ്റൊരു നിലയിലൊരു പേരാണ് വീണ്ടും ജനനം. നമ്മൾ പുതുതായിട്ട് എന്ത് ചെയ്തു? ജനിച്ചു. പുതുതായി ജനിച്ചതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി, അല്ലേ? വീണ്ടും ജനിച്ചില്ലായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ സമുദായം വിട്ട് ഇറങ്ങുമോ? കെട്ടിവലിച്ച പോരും ഓടുന്ന പോരില്ല. കാരണം എന്തെല്ലാം പദവികളും സൗകര്യങ്ങളൊക്കെയുള്ള സ്ഥലത്താണ് നമ്മൾ നിന്നിരുന്നത്, എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിന്നിരുന്നത്, അല്ലേ? റോസരി സഹോദരി അവിടെ നിന്നിരുന്നെങ്കിൽ കൊച്ചിൻ്റെ അഡ്മിഷൻ ഇത്രയും പാടുപെടേണ്ട കാര്യമല്ലോ ഉണ്ടായിരുന്നു. ഈസി ആയിട്ട് കാര്യമൊക്കെ നടന്നേനെ, അല്ലേ? ജോലി കിട്ടാൻ മറ്റു പലതും ലോകപ്രകാരമുള്ള പല സൗകര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുമായിരുന്നു? കിട്ടുമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ
ഇതൊക്കെ നിസ്സാരമാക്കി കണ്ടിട്ട് ക്രിസ്തുവിലുള്ള രക്ഷയും ക്രിസ്തുവുമാണ് നമുക്ക് ഏറ്റവും ആവശ്യം, ആ രക്ഷയ്ക്ക് വേണ്ടി, ആ നിത്യതയ്ക്ക് വേണ്ടി ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവരാണ് ദൈവമക്കൾ. അല്ലേ? ആ വീണ്ടും ജനനം യഥാർത്ഥമായി സംഭവിച്ചപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറുകയാണ്, പുതുതായിട്ട് തീരുകയാണ്. കർത്താവിനെ അന്വേഷിക്കുന്ന, ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ഉത്സാഹം, ഇതൊക്കെ നമ്മിൽ തുടങ്ങിയത് ഈ ഹൃദയ പരിച്ഛേദനയോടുകൂടെയാണ് എന്നുള്ളത് നാം ഓർക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, നാമല്ലോ പരിച്ഛേദനക്കാർ എന്നതിൻ്റെ ഉത്തരം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. പരിച്ഛേദന ലഭിച്ച ദിവസം എന്നാണെന്നാണ് നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടപ്പോൾ. ഇനി ഈ പരിച്ഛേദനയുടെ തെളിവുകളാണ്, പരിച്ഛേദന ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് പിന്നീട് ഫിലിപ്പിയ ലേഖനത്തിൽ വായിച്ചത്. 3 കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണേ വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. എന്താ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? അക്ഷരികമായി നമ്മൾ ആ ദൈവവചനം ചിന്തിക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കുണ്ട്. 14-ാം അധ്യായം ഒന്ന് എടുക്കാമോ? കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം, 14-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർ ലേഖനം 14-15 മുതലുള്ള വേദവാക്യങ്ങൾ. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു, സത്യം. മറ്റവന് ആത്മീക വർധന വരുന്നില്ല താനും. അപ്പോൾ ഇത്രയും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ആത്മാവ് കൊണ്ട് പാടുന്ന, പ്രാർത്ഥിക്കുന്ന, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന, പാടുന്ന, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ തന്നെയുണ്ട്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് പാടുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അതെന്ത് ചെയ്യും? അത് മനസ്സിലാകും. അല്ലേ? ശ്രദ്ധിക്കണേ. അപ്പൊ ആത്മാവ് കൊണ്ട് പാടുമ്പോൾ, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റാർക്കും എന്തില്ല, അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ മറ്റാരും മനസ്സിലാകാത്ത ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, പാടുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ആ പാട്ടിൻ്റെ പേരെന്താണ്? ആത്മാവ് കൊണ്ട് പാടുന്ന, ആത്മാവിലുള്ള ഒരു ആരാധനയാണത്. അത് കുറച്ചുകൂടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് താഴോട്ട് അടുത്ത വായിക്കൊണ്ട് വായിച്ചേ. അവിടെ നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു, സത്യം. മറ്റവന് ആത്മീയ വർധന വരുന്നില്ല താനും. എന്നിട്ട് അടുത്ത വാക്ക്, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അപ്പൊ ആർക്കും മനസ്സിലാക്കാത്ത ഈ ഭാഷ എന്താണ്? എന്ത് ഭാഷയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്? അന്യഭാഷകളിലാണ് സംസാരിക്കുന്നത്. അത് മറ്റാർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ ആത്മാവ് കൊണ്ട് ആരാധിക്കും എന്ന വാക്കിന് അന്യഭാഷകളിൽ ആരാധിക്കുന്ന ആ വ്യക്തിയും നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രിയമുള്ളവരെ, മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ആ പറയുന്ന വ്യക്തിയും അതറിയുന്നില്ല. അല്ലേ? പറയുന്ന വ്യക്തിയും അതറിയുന്നു. പക്ഷെ അത് ആരറിയുന്നു? അത് ദൈവം അറിയുന്നു. അങ്ങനെ ഒരു അനുഭവമുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. ഇപ്പായിരിക്കരുത്. തിരുവെടുത്ത് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരാധനയാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ അതെങ്ങനെയാണ് പ്രിയമുള്ളവർ ആരാധനയാകുന്നത്? ഇപ്പോൾ ഇനില സൂസനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. എൻ്റെ കാര്യം എന്നറിയാമോ? സൂസനെ എന്ത് ചെയ്യുന്നുണ്ട്? ലിനിലിനെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഇനി നാളെ ചിന്തിക്കുകയാണ്, ആ സ്നേഹത്തിന് കുറവ് വന്നു എന്ന് തിരിച്ചറിയുമ്പോഴും ഈ ദൈവവചനം ഓർത്ത്, ദൈവത്തെ ഭയപ്പെട്ട്, എന്നെ സ്നേഹിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ അനുസരിക്കാത്ത ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനോടുള്ള ഭയത്തിൽ ചെയ്യുന്ന കാര്യമാണ്.
ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായോ? അത് കർത്താവിനെ ഭയപ്പെടുന്നവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവനും എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ വെച്ച് പിരിയാം, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, അല്ലേ? ലോക മനുഷ്യൻ പറയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷെ ഒരു ദൈവ പൈതൽ പറയും ദൈവം എനിക്ക് തന്നതാണ്, അല്ലേ? ആൻസൂസനെ എനിക്ക് തന്നതാണ്, എൻ്റെ പങ്കാളി ദൈവം എനിക്ക് തന്നതാണ്. ദൈവം തന്നതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വാക്കൊന്ന് ഓർത്ത് നോക്കിയേ. ദൈവം തന്നതാണ്, അല്ലേ? ഓരോ സഹോദരിമാരും പറഞ്ഞേ, ഭർത്താക്കന്മാരെ നോക്കിയിട്ട് ദൈവം തന്നതാണ്. അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ദൈവം തന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? ഈ ലോകത്തിൽ അല്ലേ, ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, ഷോക്കേസിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, ഒരു പ്രയോജനം. എന്നാലും അയ്യോ ഇത് മുഖ്യമന്ത്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാ, വല്ല പ്രയോജനം ഉണ്ടോ? കിട്ടിയതൊക്കെ ശരി, ആ സാധനം അവിടെ ഇരിക്കുക, വല്ല പ്രയോജനം ഉണ്ടോ? പക്ഷെ നമ്മൾ എത്ര അഭിമാനത്തോടാണ് പറയുന്നത്, നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് അത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ആര് തന്നതാണ്? ജില്ലയിലെ കളക്ടർ തന്നതാണ്, മുഖ്യമന്ത്രി തന്നതാണ്, സ്കൂളിലെ ഹെഡ്മാസ്റ്റർ തന്നതാണ്, അല്ലെങ്കിൽ സഭയുടെ ഡയറക്ടർ തന്നതാണ്. അപ്പോൾ ഉന്നതരായ ആളുകളൊക്കെ തരുന്ന ഒരു ചെറിയ സമ്മാനമൊക്കെ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞേ, സൂക്ഷിക്കുന്നത്. കർത്താവ് തരുന്ന സമ്മാനമോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം, അല്ലേ? ഇത്രയും മതി. കർത്താവ് തരുന്ന സമ്മാനമൊക്കെ എന്ത് ചെയ്യുകയാണ്, അല്ലേ? മാതാപിതാക്കൾ ഓർക്കണം, മക്കളെ യഹോവ നൽകുന്ന എന്താണ്? ദാനമാണ്, അവകാശമാണ്. മക്കളെ യഹോവ നൽകുന്ന അവകാശമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കുരുത്തക്കേട് കണ്ടാൽ ഉടനെ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ട് എന്ത് ചെയ്തേക്കാം? നീയും ഞാനുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നതാണോ? അല്ലേ? എന്തുകൊണ്ട് അവസാനിക്കുന്നു? ഒറ്റ കാര്യമുള്ളൂ പ്രിയമുള്ളവരെ, കാരണം ദൈവമായിട്ടുള്ള ബന്ധമാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ദൈവാത്മാവ് നമുക്ക് ഈ വചനങ്ങൾ തരുന്നത്. കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ പാട്ടുപാടാൻ എളുപ്പമാണ്, സ്തോത്രം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ സ്തോത്രത്തിൻ്റെയും പാട്ടിൻ്റെയും പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുള്ള ഒരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സേവിക്കണം. കർത്താവിനെ സേവിക്കണം. യഥാർത്ഥ പരിച്ഛേദന ഉണ്ടെങ്കിൽ, ആത്മാവിലുള്ള പരിച്ഛേദനയാണെങ്കിൽ, ആ പരിച്ഛേദന അനുഭവത്തിൽ വളരുന്നതിൻ്റെ തെളിവാണ്. മുമ്പുള്ള എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, മൂക്കത്ത് ഈച്ചയിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? അല്ലെ, മൂക്ക് പോയാലും വേണ്ടില്ല, ഈച്ചയെ വെട്ടിയിരിക്കില്ലേ എന്നൊക്കെ പറയുന്ന നാടൻ ശൈലിയുണ്ട്. അതാണ് നമ്മുടെ മുമ്പത്തെ ജീവിതം. പരിച്ഛേദന വന്നപ്പോഴും നമുക്ക് വിലക്കുകൾ വരികയാണ്, അല്ലേ? കാരണം ഈ വിലക്ക് മതം വിലക്കുന്നതല്ല, അല്ലെങ്കിൽ നാം നിൽക്കുന്ന ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ശ്രദ്ധിക്കണേ, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ഈ വാക്ക് പറയുമ്പോൾ ആ പ്രശംസയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് രക്ഷയോടുള്ള ബന്ധത്തിലാണ്, അല്ലേ? നമ്മുടെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലാണ്. ദൈവം നമ്മെ രക്ഷിച്ചു, കർത്താവ് എന്നെ രക്ഷിച്ചെങ്കിൽ, എന്നെ ഒരു ദൈവവൈദ്യരാക്കി തീർത്തെങ്കിൽ, എൻ്റെ പാപം ക്ഷമിച്ച് തന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം എന്നെ വിളിച്ചെങ്കിൽ അതിൽ ഒരു വ്യക്തിക്കും പ്രശംസിക്കാനായിട്ട് ഇല്ല. അപ്പോൾ തന്നെ ദൈവം തിരഞ്ഞെടുത്ത ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാം നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശംസ മുഴുവനും ആരിലായിരിക്കണം? ക്രിസ്തുവിൽ തന്നെയാകണം. അതുകൊണ്ടാണ് ഇരമ്യാവ് 9:23 വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, നമുക്ക് പരിചയമുണ്ട്. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. ബലവാൻ തൻ്റെ ബലത്തിൽ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്.
പ്രശംസിക്കരുത് പറയുമ്പോൾ ജ്ഞാനിക്ക് പ്രശംസിക്കാനില്ലേ, ബലവാന് പ്രശംസിക്കാനില്ലേ? പക്ഷെ വചനം പറയുന്നു പ്രശംസിക്കരുത്. അപ്പോൾ പ്രിയമുള്ളവരെ, രക്ഷയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഈ ഭൗതിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ഉയർച്ചകളോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം ആരിൽ മാത്രമാണ് പ്രശംസിക്കേണ്ടത്? ക്രിസ്തുവിൽ മാത്രമാണ്. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ആർക്കേ പറ്റുകയുള്ളൂ? ഈ ഹൃദയ പരിച്ഛേദന വന്ന് യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിൽ വന്ന് ആ രക്ഷയിൽ വളരുന്നവർക്കേ അത് കഴിയുകയുള്ളൂ. അല്ലേ? നമ്മളിപ്പോഴും ഇഷ്ടപ്പെടുന്ന വാക്കെന്താണ്? അല്ല, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താ? ഒരു പ്രശംസ വാക്കല്ലേ? ഒരു പ്രശംസ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഊർജ്ജമല്ലേ? അല്ലേ? പാട്ടൊക്കെ പാടി വെച്ചിരിക്കുമ്പോൾ ഇന്ന് നന്നായിരുന്നു കേട്ടോ പാട്ടൊന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താണ്? നല്ലൊരു ഊർജ്ജം വരുവാണ്. പക്ഷെ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷെ കേൾക്കുന്നവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കർത്താവിനോട് മഹത്വം കൊടുത്തോളണം. കർത്താവേ, നിൻ്റെ കൃപ. ഇന്ന് പാടാനിടയായത് ദൈവത്തിൻ്റെ കൃപ. നിങ്ങളൊരു വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. സദൃശ്യവാക്യങ്ങൾ 27-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. സദൃശ്യവാക്യം 27-ന്റെ 2-ാമത്തെ വചനം. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ വായല്ല മറ്റൊരുത്തൻ. പിന്നെ നിന്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ എന്ന് പറയും, പ്രശംസിക്കട്ടെ എന്നാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നാം നമ്മെ തന്നെ അങ്ങ് പ്രശംസിക്കാറുണ്ടോ? സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണേ, കർത്താവ് ശരിക്കും സാക്ഷ്യത്തിലൂടെ ഉയർത്തേണ്ടത് ആരെയാണ്? കർത്താവിനെയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നന്മകൾ തന്നു, അല്ലെങ്കിൽ ദൈവം നമ്മെ സഹായിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് ഓർക്കണം, അത് എൻ്റെ നന്മ കൊണ്ട് ലഭിച്ചതാണോ? അപ്പം എൻ്റെ കഴിവ് കൊണ്ട് ലഭിച്ചതാണ്, എൻ്റെ ഭക്തി കൊണ്ട് ലഭിച്ചതാണ്, എൻ്റെ യോഗ്യത കൊണ്ട് ലഭിച്ചതാണെന്ന് നാം പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ സാക്ഷ്യത്തിലൂടെയും നമ്മൾ സ്വയം എന്ത് ചെയ്യുകയാണ്? പ്രശംസിക്കുകയാണ്. പക്ഷെ ഒരു ദൈവ പൈതലിന് ഹൃദയംഗമായിട്ടറിയാം, ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് പ്രവൃത്തിയാണ് ദൈവത്തിന് നീതിയായിട്ട് തോന്നുന്നത്? നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കരപുരണ്ട തുണി പോലെ എന്ന് ദൈവജനം പറയുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, ദൈവമേ, നിന്റെ കൃപ. അതുകൊണ്ട് വചനം പറയുന്നു, പ്രശംസിക്കുന്നവനെല്ലാം കർത്താവിൽ പ്രശംസിക്കട്ടെ. പരിച്ഛേദനയുള്ള യഥാർത്ഥമായ ആ ഹൃദയ ശുദ്ധീകരണം നടന്ന് അതിൻ്റെ ഒരു തെളിവാണ് ദൈവജനം പറയുന്നത്, ക്രിസ്തുവിൽ നമ്മൾ പ്രശംസിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ ഇവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. പ്രിയമുള്ളവരെ, പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? പരിച്ഛേദന ഒരുവൻ ഏൽക്കുന്നുണ്ടെങ്കിൽ അവൻ ന്യായപ്രമാണം ഇനി എന്ത് ചെയ്യണം? അനുസരിക്കണം. ന്യായപ്രമാണം അനുസരിക്കാനാണ് പുറമേയുള്ള ഈ അടയാളം. ഈ അടയാളം ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം അവൻ്റെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്ത് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാനായിട്ട് ദൈവം അവനെ സഹായിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, പക്ഷെ എന്ത് ചെയ്യുന്നു? പുറമേ അടയാളം കൊണ്ട്, പരിച്ഛേദന ഉള്ളത് കൊണ്ട് അതിൽ പ്രശംസിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ സമുദായം വിട്ടു. നിങ്ങളിങ്ങനെ ഓർക്കണേ, മറ്റു മാർഗങ്ങളൊക്കെ വിട്ട് നമ്മൾ ദൈവസന്നിധി വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പ്രിയമുള്ള, ഇതൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? നാം ചെയ്തത് ഈ ദൈവത്തെ നമ്മൾ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യാതെ നാം ബാഹ്യമായി ചെയ്തതിൽ മാത്രം അഭിമാനം കൊള്ളുന്നവരാണെങ്കിൽ അവരെക്കാൾ നമ്മൾ ഒട്ടും വിശേഷതയുള്ളവരല്ലെന്ന്. അവിടെ വാക്ക് ശ്രദ്ധിച്ചോ? പരിച്ഛേദന, ഞാൻ എൻ്റെ സ്വയത്തിൽ പ്രശംസിക്കുന്നുണ്ടോ? അല്ലേ? എൻ്റെതായ ഒന്നിലും എനിക്ക് പ്രശംസിക്കാനില്ല. പ്രശംസ മുഴുവൻ എപ്പോഴും ആരിലേക്ക് പോകണം? ക്രിസ്തുവിൽ. അത് ദൈവം ആഗ്രഹിക്കുന്നു, അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, അത് ഞാൻ ഈ സമയത്താണ് അത് കൂടുതൽ ശ്രദ്ധിക്കാനിടയായത്. ഫിലിപ്പിയ ലേഖനം 3:3 ഒന്നോടെ വായിക്കാമോ? 3:3 അവിടെ വായിക്കുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും
ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ആ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എന്ത്? ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം. അപ്പൊ അതിൻ്റെ അർത്ഥം ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ജഡത്തിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ഈ ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അർത്ഥം ആകുന്നേ? ജഡത്തിൽ ആശ്രയിക്കുക. അപ്പോൾ ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം അറിയണമെങ്കിൽ 4-ാമത്തെ വാക്കുകൂടെ വായിക്കണം. 4-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അതിനേക്കാളൊക്കെ അധികമാണ്. എന്നിട്ട് പറയുന്നു എന്താണ്? 8-ാം നാളിൽ. അപ്പൊ താഴോട്ട് പിന്നെ പറയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ യോഗ്യതകളെ കുറിച്ചാണ്. ഒരു യഹൂദ മതത്തിൽ ജനിച്ചു വളർന്ന തൻ്റെ യോഗ്യതകളെ കുറിച്ചാണ്. അപ്പോൾ ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റേതായിരിക്കുന്ന യോഗ്യതകളിൽ എന്ത് ചെയ്യുക? ആശ്രയിക്കുക, അല്ലേ? തൻ്റേതായിരിക്കുന്ന, ഇപ്പം തൻ്റെ യോഗ്യതയാണ്. 8 നാളിൽ പരിച്ഛേദനേറ്റവനാണ്. അതുപോലെ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ ആരാണ്? ഞാൻ അനിന്യനാണ്. അതുപോലെ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്. തൻ്റെ കുടുംബ മഹിമയും തൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് തനിക്ക് അതിൽ ആശ്രയിക്കാം. അപ്പം അതിലെങ്ങനെ ഈ ആശ്രയിക്കുന്നേ, അല്ലേ? ഇപ്പോൾ ഒരു PhD കഴിഞ്ഞ ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഡോക്ടറേറ്റ് എടുത്തു. ഈ ഡോക്ടറേറ്റ് എടുത്ത ആൾക്ക് ഈ ഡോക്ടറേറ്റിൽ എന്ത് ചെയ്യാം? ആശ്രയിക്കാം. എങ്ങനെ ആശ്രയിക്കുന്നേ? എന്നായാലും എനിക്ക് ഇനി മറ്റാരെയൊന്നും എന്ത് ചെയ്യണ്ട, അല്ലേ? എനിക്ക് എൻ്റെതായൊരു വഴി കണ്ടെത്താൻ എനിക്ക് പറ്റും. കാരണം എന്താണ്? എനിക്ക് എന്തുണ്ട്? എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു യോഗ്യതയുള്ള ആൾ എന്ത് ചെയ്യുകയാണ്? അത് ആശ്രയമായി തീരുകയാണ്. അത് ആശ്രയം. ഒരിക്കൽ പത്രത്തിൽ വായിച്ചത് കണ്ടു, PhD ഉള്ളയാൾ പെയിൻറ്റ് പണിക്ക് പോണത്. അതിൻ്റെ അർത്ഥം എന്നാണ്? ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടോ? ഇല്ല, ഇല്ലേ? ഈ ലോകത്തിൽ നന്നായി വിദ്യാഭ്യാസമുള്ള എത്രയോ ആളുകൾ, പ്രിയമുള്ളവരെ, അതിലൊന്നും പറ്റിയ ജോലി തക്കതായി ലഭിക്കാതെ മറ്റ് പല വഴികളിലേക്ക് തിരിഞ്ഞ എത്രയോ ആളുകളുണ്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ചിത്രം ഇത്രയേ ഉള്ളൂ. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തൻ്റെ യോഗ്യതകളിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ ആശ്രയിക്കാത്തൊരു മനസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പരിച്ഛേദനയുടെ തെളിവാണ്. ഹൃദയത്തിൽ പരിച്ഛേദന നടന്നു എന്നതിൻ്റെ തെളിവാണ് ജഡത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. ഇനി അതിന് രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരർത്ഥം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? കാരണം എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും അല്ല ഞാൻ രക്ഷ പ്രാപിക്കുന്നത്, ഞാൻ നീതീകരണം പ്രാപിച്ചത്, ഞാൻ ദൈവവൈതലായി തീർന്നത്. യഹൂദ മതത്തോടുള്ള ബന്ധത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്, ഈ പറയുന്ന പരിച്ഛേദനയും ഈ പറയുന്ന കർമാനുഷ്ഠാനങ്ങളൊക്കെയാണ് എന്നെ നീതിമാനാക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഇവിടെ എൻ്റെ ഒരു പ്രവൃത്തിയുമല്ല, ദൈവത്തിലുള്ള ആശ്രയമാണ്. അവിടുന്നാണ് എന്നെ രക്ഷിക്കുന്നത്, അല്ലേ? പ്രിയമുള്ളവർ, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ജഡത്തിൽ ആശ്രയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ആശ്രയം മുഴുവൻ ആരിലായിരിക്കണം, അല്ലേ? പ്രാരംഭത്തിൽ സങ്കീർത്തനം വായിച്ചപ്പോൾ കേട്ടു, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ആരാണ്? ഭാഗ്യവാനാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എന്ന് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു 2-3 കാര്യം കൂടെ നിങ്ങൾ കുറിക്കുന്നവരൊന്ന് കുറിച്ച് വെച്ചോ. നമ്മൾ ഈ ഹൃദയ പരിച്ഛേദന നടന്നെങ്കിൽ, സംഭവിച്ചപ്പോൾ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട കാര്യമുണ്ട്. പരിച്ഛേദനയുടെ 3 തെളിവുകൾ മറന്നു പോകരുത്. എന്തൊക്കെയാണ്? 1, ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. അപ്പോൾ ആരാധനയ്ക്ക് 2 വശമുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മ സഹായത്തോടു കൂടിയ ഒരു ജീവിതം, അല്ലേ? ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു അനുഭവം. ഇത് 2ഉം ആരാധനയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ ദൈവത്തെ ഉയർത്തുന്ന, സ്തുതിക്കുന്ന സഭയായി നാം വരുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സഭയിലേക്ക് വരുന്നതിന് മുമ്പുള്ള 6 ദിവസങ്ങളും പരിശുദ്ധാത്മ സഹായത്തോടെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം.
അല്ലെ? അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ യഥാർത്ഥമായി അധരബലമെന്ന സ്തോത്രയാഗങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് നാം ഓർത്തത്, പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. എൻ്റെ രക്ഷയ്ക്ക് കാരണം ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയാണ്, എൻ്റെ ഒരു പ്രവൃത്തിയുമല്ല, എൻ്റെ ഒരു അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഹൃദയം പുതുക്കിയെങ്കിൽ, നമുക്ക് ഈ പുതിയ ഹൃദയം തന്നെങ്കിൽ, ആത്മാവിനെ തന്ന് നമ്മളെ ശുദ്ധീകരിച്ചെങ്കിൽ, ഇനി നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോരുത്തരും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് വേണമെങ്കിൽ വീണ്ടും പഴയതിലേക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പോകാമെന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ല. എൻ്റെ ചിന്ത മുഴുവൻ ഇപ്പോഴും എന്താണ്? അത് രക്ഷിക്കപ്പെട്ടു, അന്നേരം എനിക്ക് സന്തോഷമായിരുന്നു, ഇതൊക്കെ ശരിയാണെങ്കിലും ഇപ്പം എൻ്റെ ചിന്ത മുഴുവൻ മനസ്സിലല്ലേ ചിന്തിക്കുന്നേ? ഇപ്പം എൻ്റെ ചിന്ത മുഴുവൻ ഏത് കാര്യമാണ്? ലോകത്തിൻ്റെ കാര്യമാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ ഏതായിരുന്നു? ക്രിസ്തുവായിരുന്നു, നിത്യതയായിരുന്നു. അതുകൊണ്ടാണ് പാരമ്പര്യത്തെ വിട്ടിറങ്ങിയത്, അതുകൊണ്ടാണ് പാപവഴികളെ വിട്ടിറങ്ങിയത്, അതുകൊണ്ടാണ് ലാഭമായിരുന്നതൊക്കെ ഛേദമെന്നെണ്ണിയത്. പ്രിയമുള്ളവരെ, നാളുകൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ചിന്ത അതുതന്നെയാണോ? അല്ല, നമ്മുടെ ചിന്തയെ നമുക്ക് ലോകത്തിലേക്ക് മാറ്റാനായിട്ടും പറ്റും. പക്ഷേ ലോകത്തിലേക്ക് മാറ്റരുത്. ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപമാകരുത്. നമ്മൾ മനസ്സ് പുതുക്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഓരോ ദിവസവും നമ്മുടെ ചിന്തയെ പുതുക്കണം. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളതിനെ നാം അന്വേഷിക്കണം, ഉയരത്തിലുള്ളതിനെ നാം ചിന്തിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നാം വായിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച്, നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം? ഉറപ്പിച്ച്. ആരുറപ്പിക്കണം? ആരെ ഉറപ്പിക്കണ്ടേ? നാം കേൾക്കുന്ന ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സ് നാം തന്നെ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അല്ലേ? ക്രിസ്തുവിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം. പ്രിയ, മനസ്സ് ഉറപ്പിച്ച് പിന്നെ നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. മനസ്സ് ഉറപ്പിച്ച്, പ്രിയ, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കൃപയിൽ എന്ത് ചെയ്യണം? പൂർണ്ണ പ്രത്യാശ അല്ലേ? രോഗത്താലും ക്ലേശങ്ങളാലും ഒക്കെ ഭാരപ്പെടുമ്പോ കർത്താവിനെ സേവിച്ചിട്ട് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതകളുണ്ട്. ദൈവജനം പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് ഉറപ്പിച്ചിട്ട് എങ്ങോട്ട് നോക്കണം? യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന, ലഭിക്കാൻ പോകുന്ന കൃപ. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരായി തീരും. തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ, ഈ രോഗമുള്ള ശരീരത്തെ, ഈ ബലഹീനമായ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി അവൻ രൂപാന്തരപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഇത് താഴ്ചയുള്ള ശരീരമാണ്. അതുകൊണ്ട് ഇന്ന് ഇതിനകത്ത് രോഗങ്ങളുണ്ട്, ക്ലേശങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം പൂർണ്ണമായും മാറുന്ന ഒരു ദിനമുണ്ട്. എന്നാണ്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ കൃപയിൽ നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം? അതിലാണ് ഉറപ്പിക്കേണ്ടത്. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേ, പ്രിയമുള്ളവരെ, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ അനവധിയായിരിക്കുന്ന തേജസ്സിന്റെ നിത്യഗനം പ്രാപിപ്പാനിടയായി തീരും. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ സർവകൃപാലുവായിരിക്കുന്ന ദൈവം തന്നെ ഉറപ്പിച്ച് നമ്മെ ശക്തീകരിക്കും. എന്നാൽ നമ്മുടെ ഭാഗത്തൊരു ഉത്തരവാദിത്വം ഈ ദൈവവചനത്തിൽ, ഈ പ്രത്യാശയിൽ നമ്മുടെ മനസ്സ് നാം ഉറപ്പിക്കണം. 1, മനസ്സ് പുതുക്കണം. 2, പുതുക്കിക്കൊണ്ടിരിക്കണം. 2, മനസ്സ് ഉറപ്പിക്കണം. 2 പത്രോസ് 3-ന്റെ 1-2 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 2 പത്രോസ് 3-ന്റെ
ഒന്ന് രണ്ട് വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലേ, ഈ വചനത്തിലൂടെ ഉണർത്തുമ്പോൾ നമ്മുടെ മനസ്സും എന്ത് ചെയ്യണം? നാമും എന്ത് ചെയ്യണം? ഉണരണം. ഉണർത്തപ്പെട്ട ഒരു മനസ്സ്, അല്ലേ, പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സ്, ഉറപ്പിക്കപ്പെട്ട ഒരു മനസ്സ്, ഉണർത്തപ്പെട്ട ഒരു മനസ്സ്. അകക്കണ്ണ് തുറന്നുകൊണ്ട് ആത്മനാഥനെ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ ആത്മാർത്ഥമായി നാം ദൈവത്തിന് അർപ്പിക്കുകയാണ്. സഭാഹോള് വിട്ട് പിരിയുമ്പോൾ, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന അരുമനാഥനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ലോകത്തോട് അനുരൂപപ്പെട്ടു പോകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നാം ദിനംതോറും നയിക്കുകയാണ്. ഹല്ലേലൂയ. പ്രശംസ മുഴുവൻ ക്രിസ്തുവിലാണ്, ആശ്രയം മുഴുവൻ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്ന ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കോരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കോരിരുൾ മൂടും വേളകളിൽ ആമേൻ, ആമേൻ. ചേർന്നിടും ഞാൻ. പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും പാണിയിൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നാം കർത്താവിൻ്റെ മേശയിലേക്ക് കൂടെ അടുത്തു വരികയാണല്ലോ. പ്രിയമുള്ളവരെ, കേട്ട ദൈവജനത്തെ യഥാർത്ഥമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് സാറ് മൈക്കിലൂടെ പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോരുത്തരും ഓൺലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അവരവരെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിച്ചും ശോധന ചെയ്തും പ്രാർത്ഥിക്കാനിടയാകട്ടെ. നമ്മുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല ദൈവം നമ്മെ രക്ഷിച്ചത്. കർത്താവ് നമ്മെ രക്ഷിച്ചത് ഇനി ലോകത്ത് നാം വെളിച്ചമായി ജീവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിന് നാം മനസ്സ് പുതുക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ചെറിയ കരട് അകത്ത് വന്നാൽ നാം അസ്വസ്ഥമാകുമായിരുന്നു. ആരോടെങ്കിലും ഒരു പിണക്കം അകത്തുണ്ടായാൽ, ഒരു വിദ്വേഷം വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമായിരുന്നു. അടുത്ത സഭായോഗത്തിന് മുമ്പേ അതെല്ലാം നാം ക്രമീകരിക്കുമായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ടോ? ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ദൈവജനം പറയുന്നു, പുതുക്കപ്പെട്ട ഒരു ഹൃദയം കർത്താവ് തന്നെങ്കിൽ ഇനി ദിനംതോറും നാം മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കണം. ദൈവമക്കളെ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഏറ്റുപറയണമേ. നിരപ്പാകേണ്ടവരുണ്ടെങ്കിൽ നിരപ്പാകാൻ സമയമെടുക്കണമേ. ആരോടും ഉള്ളിൽ ഒരു നീരസവും വേണ്ട. ഞാനിനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവമക്കളെ ആ നിലയിൽ നമുക്ക് കാണാം, സ്നേഹിക്കാം. കുടുംബജീവിതത്തിൽ ആരുടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ പിതാവേ, നന്ദിയോടുകൂടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവേ, സഭയായി
അങ്ങയെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സമയം വരെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയത് കൊണ്ട് സ്തോത്രം. അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും സങ്കീർത്തനത്തിൻ്റെ കേൾപ്പാനും ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. വചനത്തിൽ കൂടി ഞങ്ങളോട് കർത്താവ് ഹൃദ്യമായി ഇടപെട്ടല്ലോ. കർത്താവേ, ഞങ്ങൾ കേട്ട വചനത്തിനു വേണ്ടി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. നാമല്ലോ പരിച്ഛേദനക്കാർ എന്ന് അപ്പോസ്തലൻ സഭയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവേ, അത് ഞങ്ങളെക്കുറിച്ചും ആകുന്നു എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിച്ഛേദന ചെയ്യപ്പെട്ടുവെന്നും അത് കർത്താവ് തൻ്റെ ആത്മാവിനാൽ അത് ഞങ്ങളിൽ നിർവഹിച്ചുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ആ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവേ, പരിച്ഛേദന അതെ ബാഹ്യമായ ഒരു അടയാളമല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രൂപാന്തരമാകുന്നുവെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പുതു സൃഷ്ടികളായി തീർന്നിരിക്കുന്നുവെന്നും പുതിയ അനുഭവത്തിൽ ജീവിക്കേണ്ടവരാകുന്നുവെന്നും ഞങ്ങളെ ഓർപ്പിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരിച്ഛേദനയുടെ അനുഭവം കർത്താവിന് ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അങ്ങയെ ആരാധിക്കുക, അങ്ങയെ സേവിക്കുക എന്നുള്ളതാകുന്നു എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ അങ്ങയെ ആരാധിപ്പാനും അങ്ങയെ സേവിപ്പാനും അങ്ങയുടെ ഹിതം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങൾ ഒരുക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തുയേശുവിലുള്ള പ്രശംസയാവുന്നുവല്ലോ കർത്താവേ. അടുത്തതായി പരിച്ഛേദനയുടെ ലക്ഷണമായി ഞങ്ങളോ കേൾപ്പിച്ചത് ക്രിസ്തുയേശുവിൽ മാത്രം പ്രശംസിപ്പാൻ, ഞങ്ങളുടെ പ്രശംസ ഞങ്ങളിൽ ഒരിക്കലും ആയിത്തീരാതെ കർത്താവിൽ പ്രശംസിപ്പാൻ, കർത്താവാകുന്നു ഞങ്ങൾക്ക് രക്ഷയുടെ ദാതാവെന്ന് ഓർത്ത് കർത്താവിൽ മാത്രം പ്രശംസിപ്പാൻ കർത്താവെ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്തതായി കർത്താവെ, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതാവുന്നു യഥാർത്ഥമായുള്ള പരിച്ഛേദനയുടെ ലക്ഷണമെന്ന് ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. ഞങ്ങളുടെ കർത്താവെ ക്വാളിഫിക്കേഷൻസിലോ ഞങ്ങളുടെ കഴിവുകളിലോ ഒന്നും പ്രശംസിപ്പാനോ ആശ്രയിപ്പാനോ ഇടയാകാതെ കർത്താവിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ. പരിച്ഛേദന ലഭിച്ചവർ അങ്ങനെ ജീവിക്കേണ്ടവരാകുന്നുവല്ലോ. അപ്രകാരം ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലൊക്കെ ഞങ്ങൾക്ക് കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് കർത്താവേ. അതൊക്കെ പരിഹരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സ് പുതുക്കി പുതു സൃഷ്ടികളായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനസ്സിനെ പുതുക്കുക മാത്രമല്ല മനസ്സിനെ ഉണർത്തുവാനും മനസ്സൊരുക്കത്തോടുകൂടി ആയിരിക്കാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, പരിച്ഛേദനയുടെ എല്ലാ ഫലങ്ങളും ഞങ്ങളിൽ വെളിപ്പെടുവാൻ അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജയമെടുപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽപ്പാൻ, കർത്താവെ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പുതിയൊരു അനുഭവത്തിൽ ജീവിപ്പാൻ, പുതിയ സൃഷ്ടികളായി ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ നാമം ഞങ്ങൾ ഓരോരുത്തരിൽ കൂടിയും മഹത്വപ്പെടുവാൻ കർത്താവെ ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിന് വേണ്ടി സ്തോത്രം. സൂക്ഷിപ്പാൻ ദേവദാസനെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. അനുഗ്രഹമായ വചനം സംസാരിപ്പാൻ, അതിന്റെ അർത്ഥങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ, അതിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസനെ ശക്തീകരിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ബാക്കിയുള്ള ശുശ്രൂഷകളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, വിശുദ്ധ മേശയിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ, കർത്താവിന്റെ ശരീര രക്തങ്ങളെ ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ, കർത്താവിന്റെ ക്രൂശ് മരണത്തെ സ്മരിക്കുവാൻ, ഓർക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി മേശയിൽ പങ്കെടുക്കുവാൻ അനുഗ്രഹമായി ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കണമേ. ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വവും പുകഴ്ചയെല്ലാം പിതാവിന് സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങൾ വായിക്കട്ടെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്
കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ നാം ദൈവവചനത്തിൽ വായിച്ചു കേട്ടതുപോലെ ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്, പ്രിയമുള്ളവരെ, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ, പ്രിയമുള്ളവരെ, നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പാനപാത്രം നാം പങ്കിടുമ്പോൾ നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തെ നാം ഓർക്കുകയാണ്. ഈ അപ്പം നാം മുറിക്കുമ്പോൾ ജീവന്റെ അപ്പമായി വന്ന കർത്താവിനെ നാം ഓർക്കുകയാണ്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് കൊടുത്ത വിലയെ നാം ഓർക്കുകയാണ്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വീണ്ടും ദൈവത്തിന് വീണ്ടും എടുപ്പ് വില കൊടുക്കാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ആ വീണ്ടെടുപ്പ് വില കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു. അതാണ് നാം ക്രൂശിൽ കാണുന്നത്. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു. കണ്ടാൽ ആളാണെന്ന് പോലും തിരിച്ചറിയാത്ത നിലയിൽ അവിടുന്ന് തകർക്കപ്പെട്ടു. ഗോതമ്പ് മണി പൊടിഞ്ഞ ഒരപ്പമായി തീർന്നതുപോലെ, പ്രിയമുള്ളവരെ, ഇനി ആ ഗോതമ്പ് മണിയുടെ രൂപമല്ല ഇവിടെ നാം കാണുന്നത്. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, താൻ ദൈവപുത്രനാണെന്ന് ശക്തിയോടെ തെളിയിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് കരേറിപ്പോയി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവമക്കളെ, അയോഗ്യതയോടെ ഈ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ. ദൈവജന കേൾവി നമ്മുടെ മനസ്സിനെ പുതുക്കാനൊക്കെ കാരണമാകുകയായിരുന്നല്ലോ. ക്രൂശിനെ ഓർപ്പിക്കുന്ന ഒരു പാട്ടിന് ഈരടികൾ കൂടെ ചേർന്ന് പാടാം. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ കർത്താവിൻ്റെ വചനപ്രകാരം തങ്ങളെ തന്നെ ശോധന ചെയ്ത് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യരാണെന്ന് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ മുഴങ്കാലും മേലിരിക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ സൗകര്യപ്രദമായ നിലയിലായിരുന്നു കൊണ്ട് നമുക്ക് അയ്യപ്പവീഞ്ഞുകൾക്കായി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമായിട്ട് നമുക്ക് സമയം വേർതിരിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ഈ അപ്പത്തിനായി സ്തോത്രം ചെയ്യും. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഈ അപ്പത്തിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം അവിടുന്ന് ആയതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് അയച്ച സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവിടുന്നല്ലോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടാനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഗോതമ്പ് മണി തിരികല്ലിൽ കിടന്ന് പൊടിയുന്നത് പോലെ ദൈവക്രോധത്തിന്റെ ചാക്കിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ശരീരം തകർക്കപ്പെട്ടത്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടാനുഭവങ്ങൾ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു നാഥ. അടിയങ്ങളെ അങ്ങ് എത്രമാത്രം സ്നേഹിച്ചു. ഞങ്ങൾ ശത്രുക്കളായിരുന്നല്ലോ, ഞങ്ങൾ പാപികളായിരുന്നല്ലോ, ഒരു നന്മയും ഇല്ലാത്തവരായിരുന്നല്ലോ കർത്താവേ. എന്നിട്ട് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ഈ അപ്പത്തിനായി വീണ്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മാളികമുറിയിൽ വെച്ച് അപ്പം കയ്യിലെടുത്ത് സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ തന്നെ ഈ അപ്പത്തെ ഞങ്ങൾക്കായിട്ട് അനുഗ്രഹിച്ച് നൽകണമേ. അവിടുത്തെ കരങ്ങളിൽ നിന്ന് വാങ്ങി ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനും, കർത്താവേ, ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ
പലരായ അടിയങ്ങൾക്ക് ക്രിസ്തുവിൽ ഒരു ശരീരമായി ഏക മനസ്സോടെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാനും കൃപ നൽകണം. മഹത്വം മുഴുവൻ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ തൻ്റെ തൃക്കരങ്ങളിൽ താൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം നുറുക്കുന്ന ഈ അപ്പം നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകി. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പോൾ ഈ പാനപാത്രത്തിനായി സ്തോത്രം എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഈ പാനപാത്രത്തിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗെത്സമനാ തോട്ടം മുതൽ കാൽവരിയോളം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്നു നാഥ. അവിടുത്തെ ശരീരം ചാട്ടവാറ് കൊണ്ട് അടിച്ചു കീറിയപ്പോൾ, അങ്ങയുടെ കൈകാലുകൾ ആണികളാൽ തുളയ്ക്കപ്പെട്ടപ്പോൾ, അങ്ങയുടെ ശിരസിൽ മുൾക്കിരീടം വെച്ച് അടിച്ചപ്പോൾ, അങ്ങയുടെ താടിരോമങ്ങൾ പിടിതെടുത്തപ്പോൾ, കർത്താവേ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ആ മുറിവിലൂടെ ഒഴുകിയ രക്തത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ലോകത്തിലുള്ള യാതൊരു കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ കർത്താവേ ക്രൂശിൽ ചിന്തിയ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആ രക്തത്തിന്റെ ഓർമ്മ, കൂട്ടായ്മ ഈ പാനപാത്രത്തിലൂടെ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങേ കരങ്ങളിലേക്ക് തരുന്നു, അനുഗ്രഹിച്ചു നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തു. ഇതാ നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാകുന്നു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോ